അണികളിൽ ആവേശം നിറച്ച് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഇട്ടിക്കുന്നേലിന്റെ വാഹന പ്രചരണ ജാഥ കിടങ്ങൂരിൽ നടന്നു. കട്ടച്ചിറയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയിൽ BJP, BDJS നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പ്രചരണ ജാഥയ്ക്ക് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മോട്ടോർ ബൈക്ക് റാലിയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സുരേഷ്, രാജേഷ് മോനിപ്പള്ളി, N. മഹേഷ് കുമാർ തുടങ്ങിയ പഞ്ചായത്ത് അംഗങ്ങൾ, BJP ഭാരവാഹികൾ, BDJS ഭാരവാഹികൾ തുടങ്ങിയവർ പ്രചരണ ജാഥയിൽ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ആവേശകരമായ സ്വീകരണങ്ങൾക്ക് സുരേഷ് ഇട്ടിക്കുന്നേൽ നന്ദി പറഞ്ഞു. കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് അംഗങ്ങളുമായി ചേർന്ന് പ്രാദേശിക തലത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഉറപ്പു നൽകിയാണ് സ്ഥാനാർത്ഥി ഓരോ കേന്ദ്രങ്ങളിലും സംസാരിച്ചത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി സുരേഷ് ഇട്ടിക്കുന്നേൽ എന്നാണ് എൻ്റെ പേര്. എൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളം തെങ്ങുംതോപ്പാണ്. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. 2014 മുതൽ 2026 വരെ ഇന്ത്യ ഭരിച്ച കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്തിച്ച്, അത് കടുത്തുരുത്തിയിലെത്തിച്ച്, അത് കിടങ്ങൂരെത്തിച്ച്, അത് മാണ്ടാടിക്കവരിൽ എത്തിക്കുക എന്നുള്ള എൻ്റെ ദൃഢപ്രതിജ്ഞയ്ക്ക് നിങ്ങളെല്ലാവരും തെങ്ങുംതോപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള സുരേഷ് ഇട്ടിക്കുന്നേൽ മീനച്ചിൽ SNDP യൂണിയൻ കൺവീനർ എന്ന നിലയിലും ഇടപ്പാടി ദേവസ്വം സെക്രട്ടറി എന്ന നിലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. BDJS കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് സുരേഷ് ഇട്ടിക്കുന്നേൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് ഞാൻ ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു സ്വീകാര്യത, അതായത് LDFിൻ്റെയും UDFിൻ്റെയും MLA ആയിട്ട് മത്സരിച്ച ആൾക്കാർ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മന്ത്രിസഭയിലെ ഈ നിയമസഭയിലെ 131ാമത് ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്ന ആ ആൾ 131ാമതായിട്ടാണ് ഇവിടെ ഇന്നത്തെ നില. ഏതായാലും ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ വളരെ NDAക്ക് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ഏതായാലും ഞങ്ങളുടെ മത്സരം ഓരോ ദിവസം കയറുന്തോറും നല്ല റിപ്പോർട്ടുകളാണ്. ഓരോ വീട്ടിലും എനിക്ക് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആൾക്കാരാണ് വരുന്നതെന്നാണ് അവരെ വീട്ടുകാർ പറയുന്നത്. അതുതന്നെ ഞങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആണെന്ന് ഞങ്ങൾ ആ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ LDFിൻ്റെയും UDFിൻ്റെയും പാർട്ടി പ്രവർത്തകരല്ലാത്ത മുഴുവൻ പേരുടെയും 100% വോട്ട് എനിക്ക് കിട്ടുമെന്ന് നല്ല ആത്മാർത്ഥമായുള്ളൊരു വിശ്വാസമുണ്ട്. അതെൻ്റെ പ്രവർത്തന ഫലമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 വീടുകളും 300ഓളം കടകളും ഞാൻ ഒരു ദിവസം കയറിയിറങ്ങുന്നുണ്ട്. എന്നെ ഇന്നുവരെ ഒരു മനുഷ്യർ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ കൈ തന്ന് കെട്ടിപ്പിടിച്ചാണ് എല്ലാവരും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ കേരളത്തിൽ ഈ കടുത്തുരുത്തി എന്നാണേലും NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ വിജയിക്കുമെന്ന് 100% ആത്മാർത്ഥതയും ഉറപ്പും എനിക്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ കേരളത്തിലും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്ന NDA ഇത്തവണ ഉജ്ജ്വല വിജയം നേടുമെന്നും ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പാക്കി കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ പുതിയ വികസന മാതൃക നടപ്പാക്കുമെന്നുമുള്ള ഉറപ്പു നൽകിയാണ് സുരേഷ് ഇട്ടിക്കുന്നേൽ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്.